നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ ആരംഭിക്കും. അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിലെ വിചാരണ നടപടികൾ നടക്കുന്നത്. മോഹ്സന അസു ചേരുന്നുണ്ട്. മോഹ്സന, വാദം നാളെ തുടങ്ങുകയാണ്. എന്തൊക്കെയായിരിക്കും കോടതിയിലേക്കുള്ളതെന്നാണ് അറിയുന്നത്. അതിനുള്ളിലാണ് രാഷ്ട്രപതിയെ കൂടി കത്തിലൂടെ, അതായത് തനിക്ക് നേരിട്ട അനീതി കത്തിലൂടെ അതിജീവിത അറിയിച്ചിരിക്കുന്നതും കൂടിയുണ്ട്. രണ്ടിന്റെ വിശദാംശങ്ങൾ. ധന്യ, നടി ആക്രമിക്കപ്പെട്ട് 7 വർഷത്തിനിടെ വാദപ്രതിവാദങ്ങൾ നടന്ന കേസിൽ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിലായിരിക്കും അന്തിമവാദം നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു മാസം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേസിൽ 1-ാം പ്രതി പൾസർ സുനിക്ക് നേരത്തെ സുപ്രീം കോടതി ജാമ്യം നൽകിയിരുന്നു. നടൻ ദിലീപ് കേസിൽ 8-ാം പ്രതിയാണ്. പ്രധാന പ്രതികളുടേതുൾപ്പെടെ കഴിഞ്ഞ 5 ദിവസങ്ങൾക്കിടെ പ്രതിഭാഗത്തിന്റെ സാക്ഷി വിസ്താരം പൂർത്തിയായിരുന്നു. ഒരുപക്ഷെ നാളെയും ഇത് തുടരാനുള്ള സാധ്യതയും ഉണ്ട്. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരമായ സംഭവം എന്നാണ് സർക്കാർ ഈ കേസിനെ ഹൈക്കോടതിയിൽ വിശേഷിപ്പിച്ചിരുന്നത്. കേസിൽ 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കെതിരെ പോലീസ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആദ്യഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. പിന്നീട് ദിലീപ് ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കെതിരെയും പോലീസ് അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കേസ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വിചാരണക്കായി മാറ്റുകയായിരുന്നു. വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ ചുമതലപ്പെടുത്തണമെന്ന അതിജീവിതയുടെ ആവശ്യം പരിഗണിച്ചാണ് ഹൈക്കോടതി എറണാകുളം പ്രത്യേക CBI കോടതിയെ പിന്നീട് കേസ് ഏൽപ്പിച്ചിരുന്നു. ഈ കോടതിയിൽ ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ആയതോടെ ആണ് കേസ് ഇതേ കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്താണെങ്കിലും കേസിലേറെ നിർണായകമായ അന്തിമ വാദം നാളെ നടക്കുകയാണ്. അതേസമയം ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ തന്നെയാണ് അതിജീവിത ഈ മെമ്മറി കാർഡ്, അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കെ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ച വിഷയത്തിൽ തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അതും ശ്രദ്ധേയമാണ്.